നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം 10 ദിവസം പിന്നിടുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. ഇതാണ് ഇപ്പോൾ ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ജനങ്ങളും മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നു, എവിടെയാണ് പ്രതിപക്ഷ നേതാവ്, എവിടെയാണ് പ്രതിപക്ഷ നേതാവ്? ഇതാണ് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. LDFിന്റെ കൺവീനറായിരുന്ന ടി പി രാമകൃഷ്ണൻ LDFിന് ഉചിതമായ സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവ് വരും, അതാരായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല, മുന്നണിയിൽ ആലോചിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് ടി പി രാമകൃഷ്ണൻ തുറന്നടിച്ചത്. എന്നാൽ കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിലാണ്, പിണറായി വിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിലാണ് പിണറായി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കിട്ടിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ബിനോയ് വിശ്വം അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഭിപ്രായം പറഞ്ഞിരുന്നത്. കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണി അടക്കമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ചില നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും സംസാരവും ഇടതുപക്ഷത്തെ ജനത്തിൽ നിന്നും അകറ്റി ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടന്നു, അവർ ഇടതുപക്ഷത്തെ കൈവിട്ടു എന്നാണ് അവരുടെ, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അഭിപ്രായം ഉയർന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, അതായത് CPMന്റെയും CPIയുടെയും പ്രത്യേകമുള്ള അവലോകന യോഗത്തിലും ഇത് തന്നെയാണ്, അതായത് ശൈലി മാറ്റത്തെക്കുറിച്ച് തന്നെയാണ് പലപ്പോഴും സംസാരമുണ്ടായിരുന്നത്. പിണറായിയുടെ കടക്കുപുറത്ത് എന്ന ശൈലിയും ചെറ്റത്തരവും, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കുലംകുത്തി എന്നിങ്ങനെയുള്ള ചില പ്രയോഗങ്ങളും ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവൃത്തികളും CPMന്റെ പരാജയത്തിലേക്ക് കാരണമായി എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ പ്രതിപക്ഷ നേതാവായി പിണറായി അല്ല മറ്റാരെങ്കിലും, ചെറുപ്പക്കാരുടെ നിലയിലുള്ള ആരെങ്കിലും, പുതു നിരയിലുള്ള ആരെങ്കിലും പ്രതിപക്ഷ നേതാവായി വരണം എന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഉയർന്നു കേട്ടത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൂടിയ പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ആക്കണം എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ പാർട്ടിയുടെ പത്രക്കുറിപ്പിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ളത് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടി തീരുമാനിക്കട്ടെ, അവർക്ക് അതിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് MA ബേബി പറഞ്ഞത്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ MA ബേബി പറഞ്ഞത്, സംസ്ഥാനത്തിന് പുറത്തുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്നാൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷത്തിന്റെ MLA മാരും അതുപോലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും എല്ലാം കൂടിയാലോചിച്ച് തീരുമാനമെടുക്കട്ടെ, അതിന് അവരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് MA ബേബി പറഞ്ഞത്. ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നാണ് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ താമസിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കന്റോൺമെന്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹത്തിന്റെ ഓഫീസായി, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസായി ഉപയോഗിക്കും. അതിനടുത്ത് പിണറായി വിജയൻ മറ്റൊരു വീടെടുത്ത് അങ്ങോട്ടേക്ക് ഇന്നലെ താമസം മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവർ തീരുമാനിക്കട്ടെ, മുഖ്യമന്ത്രി വരുന്ന മുറയ്ക്ക് പ്രതിപക്ഷ നേതാവും വരും എന്നാണ് പറയുന്നത്. എന്നാൽ VD സതീശനാണ് മുഖ്യമന്ത്രി എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശന് പകരം ഹൈക്കമാൻഡ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി മറ്റാരെയെങ്കിലും നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു വേള പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരും എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഇതുവരെയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കും എന്ന് CPM എടുത്തു പറയുന്നു. എന്തായാലും 80 വയസ്സ് കഴിഞ്ഞ് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുമോ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. വരുമെന്നും വരില്ല എന്നും രണ്ട് പക്ഷക്കാരുണ്ട്. എന്നാൽ ചില കോണുകളിൽ നിന്നും കൃത്യമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നാണ് അറിയുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയായി VD സതീശൻ വരികയാണെങ്കിൽ മാത്രമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ പിന്നോക്കം പോകാൻ സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കും.